ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മിയും അനീഷും തമ്മിൽ സംസാരിക്കുകയാണ്. ലക്ഷ്മിയോട് അനീഷ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. രാവിലെ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ എല്ലാവരും എൻ്റെ പേരാണ് പറഞ്ഞത്. എനിക്കുണ്ടായ ഒരു സന്തോഷം എടുത്തു പറയേണ്ടതില്ല. അതാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് അനീഷ് പറയുന്നു. എനിക്കിവിടെ കിട്ടിയ ഏറ്റവും വലിയൊരു സൗഭാഗ്യം കൂടിയാണത്. മുൻജന്മ സുഹൃതമെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരാൾക്ക് കിട്ടുന്ന സൗഭാഗ്യം. ഓരോ ദിവസവും കഴിയുമ്പോഴും നെഞ്ചിൽ തീക്കൊള്ളി വീഴുന്നത് പോലെയാണ് എനിക്ക് തോന്നാറ്. ഓരോ ആഴ്ച കഴിയുമ്പോഴും ഞാൻ ഈ വീടിനെ ഫീൽ ചെയ്യുകയാണ്. ഞാൻ ഈ വീടിനെ സ്വന്തമാക്കിയതുപോലെയുള്ള ഫീലിംഗ്. ഇവിടെയുള്ളവരൊക്കെ എൻ്റെ സ്വന്തക്കാരാണ് എന്നും അനീഷ് പറയുന്നു. ഈ വീട് വിട്ടുപോകാൻ എനിക്ക് ഒട്ടും മനസ്സില്ല എന്നും അനീഷ് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കേട്ട ലക്ഷ്മിയുടെ മറുപടി ഇതായിരുന്നു: ഇനിയുള്ള 4 ദിവസമാണ് ആരാണ് വിജയിക്കുന്നത് എന്നതിലേക്ക് എത്തുന്ന സമയം. അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഒരു തെറ്റും വരുത്താതെ ശ്രദ്ധിച്ച് നിൽക്ക് എന്നാണ് അനീഷിന് കൊടുക്കുന്ന ഉപദേശം. അതിനുള്ള സമയമാണ് ഇനിയുള്ളത്. ഏറ്റവും സുന്ദരമായ നിമിഷം. ഇതുവരെയുള്ളതൊക്കെയും നല്ലതാണ്. ഇനി ഒരു തെറ്റും വരുത്താതെ സൂക്ഷിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകൂ എന്നാണ് ലക്ഷ്മി അനീഷിന് കൊടുക്കുന്ന ഉപദേശം. അത് കഴിഞ്ഞതിന് ശേഷം ഷാനവാസിനെ കുറിച്ചാണ് ലക്ഷ്മി സംസാരിക്കുന്നത്. ലക്ഷ്മി പറയുന്നത് ഇതാണ്: അന്ന് ഷാനവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ദിവസം, അത് കഴിഞ്ഞ് പ്രഭാതത്തിലൊക്കെ ഒറ്റയ്ക്കല്ല ഉള്ളായിരുന്നോ, അന്നേരമൊക്കെ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത് എന്ന രീതിയിൽ ചോദിക്കുന്നു. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അത് ശരിയാണ്, അന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. അന്ന് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ വല്ലാണ്ട് പേടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഷാനവാസ് അന്ന് രാവിലെ ഒന്നും കഴിച്ചിരുന്നില്ല, ഗുളിക പോലും കഴിച്ചിരുന്നില്ല. ഞാൻ പോയി കബോർഡൊക്കെ പരിശോധിച്ച് അത് തപ്പിയെടുത്തു. അത് കൺഫെഷൻ റൂമിൽ ഷാനവാസിനെ കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടറുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എങ്ങനെയും അവന് ഗുളിക കൊടുക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു എന്നൊക്കെ അനീഷ് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും അവസാന നിമിഷത്തോട് അടുക്കുമ്പോൾ എല്ലാ മത്സരാർത്ഥികൾക്കും വിഷമമാണ്. വീട്ടിൽ ഇതുവരെ കഴിഞ്ഞ പല ഭാഗത്തു നിന്നും കടന്നു വന്നവർ ഇനിയും അവർ ഈ ഒരു വീട്ടിലില്ല എന്നുള്ള ഒരു സങ്കടം എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇനി എന്തൊക്കെ നടക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.